അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിൽ ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിലാണുള്ളത്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹോണ്ടയുടെ പവലിയനിലാണ്. ഇതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ മാനുഫാക്ചേഴ്സും അതുപോലെ വരാൻ പോകുന്ന മാനുഫാക്ചേഴ്സിൻ്റെയും ഒരുപാട് കാറുകളും അതുപോലെ സ്കൂട്ടേഴ്സ്, ബൈക്ക്, അങ്ങനെ എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്തവണത്തെ ഓട്ടോ എക്സ്പോയിൽ ഇലക്ട്രിക് റെവല്യൂഷൻ തന്നെ എന്ന് പറയാം. എന്താ വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ മുഴുവൻ ഇലക്ട്രിക് വെഹിക്കിൾസും അതുപോലെ പുതുതായിട്ട് ഇറങ്ങിയ വെഹിക്കിൾസ് ഏതാണെന്നെല്ലാം നമുക്ക് ഇന്ന് കാണാം. ഇത് നമ്മുടെ TVSന്റെ പവലിയനിലാണ് കേട്ടോ. TVS iQube ഏറ്റവും പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് ഒരു സ്കൂട്ടർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ TVSന്റെ സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ സർ. നെയിം Pari. Okay, please explain. So basically the iQube ST, the name is iQube ST. Okay. We have inspired it from nature. The aura blue color, if you see. It is inspired from Northern Lights. It is a 32 liters, which can easily hold 2 helmets at a time. And the battery is a 5.1 kilowatt, which gives a range of 150 kilometer. 150 kilometer, right? Yeah. You can also easily store your documents here. Or it will also show your TPMS error, if any service date. And what about the price range? Price is not announced yet, okay. But it will approximately around 2 lakhs. Around 2 lakhs? Yeah. Under 2 lakhs. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതിന് ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോൾ നമ്മുടെ മഹീന്ദ്ര B6 എന്ന് പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഉള്ളിലാണ്. വാവ്, എന്താ ഒരു ഡിസൈൻ, എന്താ ഒരു ക്വാളിറ്റി, ഒന്നും പറയാനില്ല. അടിപൊളി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പൊ ഞാനിന്നലെ നമ്മുടെ ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് കേട്ടോ, ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ. ഇതാ മഹീന്ദ്രയുടെ B6ഉം അതുപോലെ മഹീന്ദ്രയുടെ XE9E ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് കേട്ടോ. 600 കിലോമീറ്ററിന്റെ മുകളിൽ റേഞ്ച് കിട്ടുന്ന ഈ ഒരു കാറുകൾ സൂപ്പർ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. 17,99,000 രൂപ മുതൽ എക്സ്ഷോറൂമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കാറ് ഇത് കണ്ടില്ലേ, മുന്നിൽ വരെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. എഞ്ചിൻ ഉണ്ടോ നോക്കിയതാ, തുറന്നു നോക്കിയതാ, പക്ഷേ എഞ്ചിൻ ഇലക്ട്രിക് കാറല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാറിന്റെ ഇന്ത്യയിൽ ഒന്ന് കാണാം കേട്ടോ. ഒന്നും പറയാൻ അടിപൊളി. വാവ്, ഇതെന്താ ആക്കിയ കോക്പിറ്റാ, ഒരു കോക്പിറ്റിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഞാനിപ്പോ നമ്മുടെ XE6ന്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി പൊസിഷൻ, നല്ല തായ് സപ്പോർട്ടും അത്യാവശ്യം നല്ല ഹെഡ് റൂംസും പിന്നെന്താ പറയാ നല്ല ലെഗ് റൂം ഉണ്ട് കേട്ടോ. വെഹിക്കിൾ എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിടിലൻ തന്നെയാണ്. മഹീന്ദ്രയിൽ തന്നെ നമ്മളെല്ലാവരും ഞെട്ടിച്ച 2 മോഡലുകളാണ്. ഒന്ന് B6ഉം അതെ B9ഉം അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ B6നോട് എല്ലാവർക്കും ഒരു കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതലൊരു ഭംഗിയുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ നേരിട്ട് ഈ 2 വെഹിക്കിൾസും കണ്ടപ്പോൾ B6നേക്കാളും അല്ലെങ്കിൽ B6നെ പോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മുടെ XEV9E കേട്ടോ. ഞാനിപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈവർ സീറ്റ് അല്ല കേട്ടോ, ബാക്കിലെ സീറ്റാണ്. ബാക്കിലെ സീറ്റ് വരെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ മഹീന്ദ്ര XE9ൽ വരുന്നത് കേട്ടോ. വെഹിക്കിളിന്റെ ഒരു വലുപ്പം നോക്കി, എന്താ വലുപ്പം അല്ലേ ചാക്കര? ആ, അപ്പൊ കാണുന്നതിനെക്കാട്ടും വേറെ റേഞ്ച് തന്നെ കേട്ടോ ഈ കാറും. അപ്പൊ മഹീന്ദ്ര ഇനി നമ്മുടെ ഇലക്ട്രിക് വേർഷനിൽ വരുന്ന കാറുകളെല്ലാം തന്നെ റോഡുകൾ ഭരിക്കുന്നുള്ളതിൽ വേറെ ഒരു എതിരഭിപ്രായം ഇല്ലെങ്കിൽ വാ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ അടിപൊളി ഒരു സ്കൂട്ടറിലാണ്. അപ്പോൾ അത് സ്കൂട്ടറല്ല കേട്ടോ, ഇതൊരു ഗുഡ്സ് ഓട്ടോറിക്ഷയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതെ, 2-in-1 വെഹിക്കിളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. 2025 മിഡോടുകൂടി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു വെഹിക്കിളാണിത്, ഹീറോൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പാൻഡിൽ ചെയ്തിട്ട് സ്കൂട്ടറായിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ഗുഡ്സായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് നേരെ പാസഞ്ചർ ഓട്ടോയിലേക്കും പോവാം. പാസഞ്ചർ ഓട്ടോയുടെ ആ ഒരു ബോഡിയിലേക്കും നമുക്കിത് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഓട്ടോയെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ മോഡൽ ടാറ്റ സിയറ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു അത്. ഇതാ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടാറ്റ സിയറ 2025. ഇതെങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയും. ഇതിൽ ഏത് വണ്ടിയാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്? അങ്ങനെ എല്ലാ ബ്രാൻഡുകളും EV ഇറക്കി. മാരുതി എന്താ ലേറ്റ് ആയത്, അല്ലെങ്കിൽ സുസുക്കി എന്താ ലേറ്റ് ആയത് തന്നെ. ലേറ്റ് ആയാലും എന്താ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ വിറ്റാര ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. EV വേർഷനിൽ 2 ബാറ്ററി ബാക്കപ്പ് ആയിട്ടുള്ളത്. അതിൽ മിനിമം റേഞ്ച് ഓഫ് 500 കിലോമീറ്റർ. അടിപൊളിയല്ലേ? അപ്പം സൈഡ് പ്രൊഫൈൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അടിപൊളി ലെഗ് സ്പേസ് ആണ്. നമ്മുടെ ഈ ബാക്ക് സീറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർ അല്ലേ? പിന്നെ അതുപോലെ ബാക്ക് സൈഡ് നോക്ക്, ബാക്ക് സൈഡിന്റെ ഡിസൈൻ കണ്ടോ, സൂപ്പർ ഡിസൈൻ. ശൂന്യത്തിൽ നിന്ന് തുടങ്ങാൻ പോകുന്ന ഒരു അടിപൊളി ഒരു എയർ ടാക്സിന്റെ അടുത്താണ് ഞാനുള്ളത് അല്ലേ. ഏതാ നമ്മുടെ ബ്രാൻഡിന്റെ പേര്? സർല ഏവിയേഷൻ. ഇത് എന്നത്തേക്ക് നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം? ലോഞ്ച് അടുത്ത വർഷത്തേക്ക് വർക്കിംഗ് പ്രോട്ടോടൈപ്പ് കഴിഞ്ഞിട്ട് 2028 അല്ലെ 2030ലേക്ക്
to have a lot of licensing അതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ലൈസൻസിങ് എല്ലാം ഉള്ളതുകൊണ്ട് we might be going till 2030. പക്ഷേ 2028 ഇവരെ ടാർഗറ്റ് ആണ്. എത്ര പാസഞ്ചർക്ക് വരെ സഞ്ചരിക്കാം? ഇത് 7 ആണ്. 6 passengers plus 1 pilot. അങ്ങനെ വരാൻ പോണേ. അപ്പോൾ ഫ്യൂച്ചർ ഇനി ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് അല്ലേ? താങ്ക് യു. അപ്പം റിലാക്സ് ഇൻ വോൾവോ സേഫ്റ്റി എന്നാണ് ഈ ബസ്സിലെ ടാഗ് ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ബസ്സിൻ്റെ വലുപ്പം കണ്ടോ? എന്താ ഒരു അല്ലേ വലുപ്പം. ബാക്കിൽ ഡബിൾ ആക്സിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഡ്രൈവറെ കൂടെ തന്നെ കോ ഡ്രൈവർ സീറ്റും ഉണ്ട്. അപ്പോൾ ഉള്ളോട്ടൊന്ന് പോയി വെക്കാം ചാക്കരെ. വാ. ഹൗ മെനി സീറ്റ്സ് ഇസ് ദർ? 40 സ്ലീപ്പർ. അപ്പം ഇത് വരുന്നത് 40 സീറ്റാണ് കേട്ടോ. 40 സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, 40 ബെഡാണ്. അപ്പോൾ 40ഓളം ബെഡ് വരുന്ന ഒരു വലുപ്പമുള്ള ബസ് തന്നെയാണ്. അതും നല്ല സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് കൂടിയാണല്ലോ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സീറ്റിനും ഡിസ്പ്ലേ ഉണ്ട്, സെപ്പറേറ്റ് ഡിസ്പ്ലേ. ഒന്ന് കാണിച്ചു കൊടുക്കുക ഓക്കെ. അതുപോലെ തന്നെ ഇത് നോക്ക് എടാ, ഇപ്പോഴത്തെ 2 പേർക്ക് 2 പേർക്ക് സെപ്പറേറ്റ് ഡിസ്പ്ലേ ഉള്ള ഒരു വണ്ടി കൂടിയാണ്. വാ ഒരു ഇതാണ് എക്സിറ്റ്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു കിടിലൻ മാനുഫാക്ചറുടെ പവലിയനിലാണ് കേട്ടോ. ഇവിടെ ഒരു ഭീമാകരമായ ട്രക്ക്. ഇവർക്ക് എല്ലാ മോഡലുകളും EV-യിലാണ് കേട്ടോ. EV വെഹിക്കിൾസ് മാത്രമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പേര് വിൻഫാസ്റ്റ് എന്നാണ്. നമ്മുടെ വിയറ്റ്നാം മാനുഫാക്ചറാണ്. അപ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ തമിഴ്നാട്ടിൽ പ്ലാന്റിനുള്ള സ്ഥലമൊക്കെ വാങ്ങി പ്ലാന്റിൻ്റെ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഈ കൊല്ലം തന്നെ ഇന്ത്യയിലേക്ക് 2 മോഡലുകളാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള മോഡലുകളാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ട്രക്ക്, അതുപോലെ ഈ കാണുന്ന മോഡൽ. ഇനി നമ്മൾ ഒരുപാട് സ്കൂട്ടേഴ്സും ഇവർക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഓല, ഏതർ, അതുപോലെ തന്നെ TVS-ന്റെ iQube, ഇവരോടൊക്കെ മത്സരിക്കാൻ പോകുന്ന പലതരത്തിലുള്ള സ്കൂട്ടേഴ്സും ഇവർക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ ചെറിയ റേഞ്ച് മുതൽ ഒരു 50,000 റേഞ്ച് മുതൽ 2 lakh വരെ റേഞ്ച് വരുന്ന, അല്ലെങ്കിൽ നല്ല കിലോമീറ്റർ കപ്പാസിറ്റി 80 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ റേഞ്ച് വരുന്ന സ്കൂട്ടേഴ്സ് ഇവർക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഈ 2 മോഡലാണ് ഇന്ത്യയിൽ ഇവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. VF6 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലും, വിൻഫാസ്റ്റ് VF6ഉം അതുപോലെ വിൻഫാസ്റ്റ് VF7ഉം ആണ് നമുക്ക് ഇന്ത്യയിലേക്ക് ഈ വർഷം ലോഞ്ച് ആകാൻ പോകുന്ന 2 കാറുകൾ കേട്ടോ. എങ്ങനെയുണ്ട് ഫ്രണ്ട് അല്ലേ? ഉള്ളിലേക്കാട്ട് ഉഷാറല്ലേ? ഭീമാകാരം ബസ്, അശോക് ലൈലൻ ഗരുഡ്. അപ്പൊ ഇനി ലക്ഷറി ബസ് നോക്കുന്നവർക്ക് പറ്റിയ ഒരു മോഡലാണ് ഇട്ടത്. ഇപ്പോഴേ ട്രെയിനിന്റെ ഉള്ളിലൊന്നല്ല കേട്ടോ, ഒരു കിടിലം ബസിന്റെ ഉള്ളിലാ. 42 സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, 42 ബെഡ്, 42 പേർക്ക് സുഖമായിട്ട് കിടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന അശോക് ലൈലന്റെ ഗരുഡ് എന്ന് പറഞ്ഞ ഒരു വലിയ കിടിലം ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബസ്സിന്റെ സ്റ്റോറേജ് സ്പേസ് നോക്കി, എന്താ പോലെ സ്റ്റോറേജ് സ്പേസ്. അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ ഹീറോയുടെ പവലിയനിലാണ് കേട്ടോ. ഇവിടെ വിടാന്ന് പറഞ്ഞ മോഡലിൽ കുട്ടികൾക്ക് പറ്റിയ ഒരു ബൈക്കിന് മുന്നിലാണ്. ഈ ബൈക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് ബൈക്കും വലുതാവും. അതാണ് ഈ ബൈക്കിന്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു EV മോഡലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാറ്ററിയിൽ ചാർജ് ചെയ്യണ 2 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ളതാണ്. 5 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെ പറ്റും. അത് കഴിഞ്ഞ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെക്കൻഡ് കാറ്റഗറിയിലാക്കാം. ഇതാണ് ഇതൊരു സെക്കൻഡ് കാറ്റഗറി. ഒരു 7 to 10 ഇയേഴ്സ് വരെ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 3ാമത്തെ കാറ്റഗറി ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 ടൈപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു അടിപൊളി ബൈക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. പക്ഷേ നിങ്ങളൊരു 2026 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്യൂട്ട് കാർ എങ്ങനെയുണ്ട്? വിൻഫാസ്റ്റിൻ്റെ ഒരു ക്യൂട്ട് കാറാണ്, ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോകുന്നൊരു കാറാണ് കേട്ടോ. VF3 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഞാൻ വിയറ്റ്നാമിൽ കഴിഞ്ഞ തവണ യാത്ര ചെയ്തപ്പോൾ വിൻഫാസ്റ്റിൻ്റെ ഇഷ്ടംപോലെ കാറുകൾ ഞാൻ റോട്ടിൽ കണ്ടു. നമ്മുടെ ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് കാണുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ മോഡലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ആ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാറൊക്കെ ഇനി ഇന്ത്യയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. നിന്ന നിൽപ്പിൽ 360 ഡിഗ്രി ആംഗിളിൽ വണ്ടി തിരിക്കാന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത കേട്ടോ. അതുപോലെ തന്നെ 30 മിനിറ്റാണ് ഫ്ലോട്ടിങ്. നമ്മളൊരു വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ 30 മിനിറ്റോളം ഫ്ലോട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു SUV കൂടിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ BYD പവലിയനിലാണ് കേട്ടോ. ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് BYD ഫുള്ള് വരുന്നത് കേട്ടോ. ആ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ പൊന്തി കിടക്കും. 30 മിനിറ്റോളം വെള്ളത്തിൽ പൊന്തി കിടക്കും. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ. അപ്പോൾ 30 മിനിറ്റോളം വെള്ളത്തിൽ പൊന്തി കിടക്കാൻ കഴിവുള്ള ഒരു കാറാണ്. അപ്പോൾ ഇതിന് 1000 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. ആലോചിച്ചത് 1000 കിലോമീറ്റർ ഇത്രയും വലിയൊരു SUV കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 0 to 100 വരുന്നത് 3.6 സെക്കൻഡ്സിലാണ്. ഏകദേശം സ്പോർട്സ് കാറുകളുടെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഇത്രയും വലിയ വണ്ടികൾക്ക് 3.6 സെക്കൻഡിലാണ് വരുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ 1200 HP പവറുള്ള
മോട്ടറാണ് ഇത്. പ്രോ എക്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവർ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഈ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രക്ക് മുഴുവൻ ഈ ഇലക്ട്രിക്കലിൽ കാണാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഐഷറിൻ്റെ പവലിയനിലാണ്. ഇവിടെ ഐഷർ ട്രക്കുകളെല്ലാം ഡീസൽ മാറി അതിൽ നമ്മുടെ ഇലക്ട്രിക്കലിൽ തന്നെ ഒരുപാട് മോഡലുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് നമ്മുടെ പ്രോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ദോസ്തിൻ്റെയൊക്കെ ആ ഒരു റേഞ്ചിലുള്ള ഒരു സ്മോൾ ട്രക്ക്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രക്കുണ്ട്. അത് കണ്ടില്ലേ, വെറ്റ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ് ഒക്കെ അത് തരംതിരിച്ചിട്ടുള്ള അതിൻ്റെ ഇൻബിൽഡ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ. ഇതെല്ലാം EV ആണ് കേട്ടോ. ഇലക്ട്രിക് ട്രക്കുകളാണ് ഇത് മുഴുവൻ വരുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളെ ബൈക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ പ്ലാറ്റ്ഫോം, സ്ട്രെയിറ്റ് നേരെയുള്ള പ്ലാറ്റ്ഫോമുള്ള ഒരു ട്രക്കും കൂടി. Starting price of 17.99. 17,99,000 രൂപയ്ക്ക് 17,99,000 രൂപയ്ക്കാണ് പുതിയ നമ്മുടെ ക്രെറ്റ EV ലോഞ്ച് ചെയ്യുന്നത്. താങ്കൾ ഹെൽമെറ്റ് എടുക്കൂ. ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ വെച്ചാൽ ഇത് CNG ആണ്. നമ്മുടെ CNG ഇന്ത്യയിലെ ഫസ്റ്റ് CNG സ്കൂട്ടാണ് TVSന്റെ ജൂപ്പിറ്ററിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1.25 ലിറ്റേഴ്സിന്റെ CNG ടാങ്കാണ്. ഏകദേശം ഒരു 140 കിലോമീറ്ററോളം റേഞ്ച് കിട്ടും. അത് മാത്രമല്ല കൂടെ പെട്രോൾ 2 ലിറ്റർ പെട്രോൾ ഉണ്ട്. നമുക്കിപ്പോൾ CNG തീർന്നാലും പെട്രോൾ തീർന്നാലും രണ്ടും മാറി മാറി ഓടിക്കാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടില്ലേ, എങ്ങനെ വണ്ടി സൂപ്പർ അല്ലേ? അപ്പോൾ ഇത്രയും മൈലേജുള്ള ഈ ഒരു സ്കൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കുറച്ചൊരു കഷ്ടമായിരിക്കും അല്ലേ? ബാറ്ററി ബാക്ക് നോക്കുങ്ങൾ. ഇതൊരു വണ്ടീൻ്റെ ബാറ്ററി ബാക്കാണ്. അപ്പോൾ ഏതാ വണ്ടി എന്ന് പറയണ്ടേ? ഇതാ ഐഷറിൻ്റെ വലിയൊരു ടോറസ് ട്രക്കാണ് കേട്ടോ. കണ്ടല്ലേ, ഇത്രയും വലിയ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് വരാൻ പോകുന്നത്. മൈനിങ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന മൈനിങ് ട്രക്കാണ് കേട്ടോ. ബാറ്ററി യൂണിറ്റ് ഒക്കെ നേരത്തെ കണ്ടില്ല നിങ്ങൾ. ഏകദേശം 20 അവേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 20 അവേഴ്സ് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യാൻ വേണ്ടി സിംഗിൾ ചാർജ് മതി കേട്ടോ. അപ്പോൾ മൈൻസിലൊക്കെ ഇനി കാണാൻ പോകുന്ന ഒരു അടുത്തൊരു റെവല്യൂഷനാണ് ഈ ഐഷറിൻ്റെ ഈ മൈനിങ് ട്രക്ക്. അപ്പോൾ ഇനി ഫ്ലാറ്റിലൊന്നുള്ളവർക്ക് പേടിക്കണ്ട, നമ്മുടെ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയതാ ബാറ്ററിയും കൂടെ എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്മുടെ ആക്റ്റീവ ഇയുടെ ബാറ്ററിയാണ് കേട്ടോ. 3 കിലോവാട്ട് ബാറ്ററിയാണ് വരുന്നത്. 102 കിലോമീറ്റർ റേഞ്ചാണ് ഇവർ പറയുന്നത്. അപ്പം പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. എന്തായാലും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഉള്ളിലായിരിക്കും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വെഹിക്കിളൊക്കെ ഇനി റോഡിൽ കാണാം. നമ്മുടെ ഏതറിനും ഒലയ്ക്കൊക്കെ നല്ലൊരു തിരിച്ചടി കൊടുക്കാനാണ് ഹോണ്ട റെഡി ആയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്കോഡയുടെ പവലിയനിലാണ് കേട്ടോ. അവിടെ കണ്ടില്ല ഒരു വിഷൻ, ഒരു കൺസെപ്റ്റ് മോഡൽ വിഷൻ 7S എന്ന് പറയും. ഇലക്ട്രിക് EV ആണ്. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു സൂപ്പർ കാർ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു വെച്ചോക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഒലയുടെ പവലിയനിലാണ് കേട്ടോ. ഒലയുടെ നിലവിലുള്ള വെഹിക്കിൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ അത് അല്ലാതെ പുതിയ 2-3 മോഡലുകൾ വരാനുണ്ട്. അതിലൊന്നിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. S1 സൈഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ ഡുവൽ ബാറ്ററിയാണ് കേട്ടോ. നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇപ്പോൾ കാണിക്കാതാ ചെറിയൊരു കൺസെപ്റ്റ് മോഡലും കൂടിയാണ് ഒലയുടെ തന്നെ. പിന്നെ ഒലയുടെ ബൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡ്സ്റ്റർ 124 കിലോമീറ്റർ റേഞ്ച്, 11 കിലോവാട്ട് പവർ വരുന്നുണ്ട്. അപ്പോൾ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഒലയുടെ. റോഡ്സ്റ്റർ എക്സ് കുറച്ചും കൂടി റേഞ്ച് കൂടിയത്. 248 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. 126 കിലോമീറ്റർ ആണ് അതിൻ്റെ ടോപ്പ് സ്പീഡ്. അപ്പോൾ ഒലയുടെ നമ്മുടെ ഒരു പ്രത്യേക എഡിഷനാണ് S1 Pro ഗോൾഡൻ എഡിഷൻ. കണ്ടില്ലേ, ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന തോന്നുന്നു. കാണാൻ നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, TVSന്റെ സ്കൂട്ടേഴ്സ് ഇവിടെ വിസ്മയം സൃഷ്ടിക്കുകയാണ് കേട്ടോ. കാർബൺ ഫൈബറിൽ വരുന്ന നല്ല കോസ്റ്റ്ലി ആയ ഒരു ലക്ഷറി സ്കൂട്ടർ തന്നെ പറയാം, സ്പോർട്സ് സ്കൂട്ടർ. ഈ സ്കൂട്ടറിന്റെ മുകളിലുള്ള പ്രത്യേകത ഉണ്ടല്ലേ, ഡ്രോണ് അറ്റാച്ച് ചെയ്ത ഒരു സ്കൂട്ടർ നിങ്ങൾ കണ്ടിട്ടോ. അതുപോലെ 2 ക്യാമറയും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ലക്ഷറി സ്കൂട്ടറാണ്, ലക്ഷറി സ്പോർട്സ് സ്കൂട്ടറാണ് TVS ഇവിടെ നമ്മൾ ഓട്ടോ എക്സ്പോയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൺസെപ്റ്റ് മോഡലാണ്. നമുക്കിനി റോഡിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ സ്കൂട്ടർ നമുക്കൊന്ന് കാണാം. വാ. So this is a premium launch of TVS X and it's a premium EV. As you can see, it has a 10.2 inches screen which is tiltable. Yeah, according to the height of the driver. So it has many features: browsing, videos, video games. But we can use them only while this is on a rest. Thank you so much, sir. While this is on a rest, while we are driving, we can't do that because of safety purposes. It has music system which we can connect to headphones and earphones, everything. Wait a second. And we can fit in a full face helmet. Okay. And it also has a charging port for mobile phones. Can show. 4.47 is the battery's 4.47. Yes. Charging time?
charge in 3 hours 40 minutes it will be 80% charged, and approximately 4.5 hours it takes to fully charge. And in one fully charged it will travel 159 kilometers. 159 kilometers. Yeah. And Price starting from? price is 2.5 lakh ex showroom price. Ex-showroom price? Yes. 2.5 lakhs. Yeah. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണത്തെ ഓട്ടോ എക്സ്പോയിൽ ചെയ്ത കുഞ്ചൻ കാറിൻ്റെ വീഡിയോ 1.5 മില്യൻ്റെ മുകളിൽ വ്യൂ വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ പവലിയനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോളാർ കാറാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് സോളാർ കാറിൻ്റെ ഒരു കുഞ്ചൻ കാറിൻ്റെ മുന്നിൽ. ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു കാറാണിത്. 250 കിലോമീറ്റർ വരെ മാക്സിമം റേഞ്ച് കിട്ടുന്ന ഒരു കാറും കൂടിയാണ് കേട്ടോ. 2-3 വേരിയൻസ് ഉണ്ട്, റേഞ്ച് പല റേഞ്ചിൽ 2-3 വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയ്ക്കായിരിക്കും ഈ വണ്ടി ലോഞ്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഇവ എന്ന് പറഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ നമുക്ക് പ്രീ ബുക്കിങ്ങിനുള്ള സംവിധാനമുണ്ട്. അതുപോലെ നാളെയാണ് ഇവരുടെ ലോഞ്ചിങ് വരുന്നത്. നാളെ അതായത് 18th January 2025 ലോഞ്ചിങ്. ഇതാണ് നമ്മുടെ സോളാർ കാറിൻ്റെ റൂഫ് വരുന്നത് കേട്ടോ. റൂഫിലൊരു സോളാറും ഉണ്ടാവും, അതിൽ നിന്ന് നേരെ ബാറ്ററിയിലേക്ക് പവർ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെക്നോളജി ഉള്ളത്. ഇവിടെ ഈ ഓട്ടോ എക്സ്പോ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടോ. അപ്പോൾ കവർ ചെയ്തതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന ഒരു പവലിയനാണ് നമ്മുടെ മഹീന്ദ്രേൻ്റെ പവലിയൻ. ഒന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ടാറ്റയുടെ പവലിയനിലും നല്ല തിരക്കും, ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ എല്ലാ ഇടയിൽ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ഫോറിൻ മാനുഫാക്ചേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ 2 മാനുഫാക്ചേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്.